Hi all. നമ്മൾ PGUPയുടെ റിമൈനിങ് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. First one, which an individual carried on business of purchase and sale of agricultural commodities like paddy, wheat, etc. He borrowed loan from Andhra Pradesh State Bank, State Financial Corporation and Indian Bank and has not paid any interest and detailed is as under. So Andhra Pradesh State Financial Corporation 15 lakh ഉണ്ടായിരുന്നു and has not paid any interest. So Andhra Pradesh 15 lakh, Indian Bank il ninnu 30 lakhs, 45 lakhs inde interest as detailed there. Okay. So pay cheyada interest aanu 15 lakh, 30 lakh and 45 lakh both Andhra Pradesh State Financial Corporation and Indian Bank while restructuring the loan facilities of Hari during the year 1920 converted the above loan. Okay. So converted the above loan, above interest payable by loan, above interest payable by Hari to them as loan payable in 60 equal installments during the year ended 31/3/2020. Okay. Hari paid 5 installments of APSFC and 3 installments to Indian Bank. Hari claimed entire 45 lakhs as an expenditure while computing income from the business of purchase and sale of agricultural commodities. Examine whether his claim is valid and if not, what is the amount of interest, if any, allowable. Okay, so business nu vendi eduthirukkuna interest നമുക്ക് എന്താണ് 36 പ്രകാരം 36 സബ്സെക്ഷൻ 1 ലെ ഫസ്റ്റ് പ്രകാരം നമുക്ക് എന്താണ് എലിജിബിൾ ഡിഡക്ഷൻ ആണ്. ബട്ട് എന്താണ് എന്ത് ഫോളോ ചെയ്യണം? സെക്ഷൻ 43B വെച്ചിട്ടായിരിക്കണം. ദാറ്റ് മീൻസ് എന്തായിരിക്കണം? on actual payment basis. Actual payment നടന്നാൽ മാത്രമേ 43B പ്രകാരം നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ലോണിന് അഗൈൻസ്റ്റ് ആയിട്ട് നമുക്ക് എടുത്തിരിക്കുന്ന ലോണിന് അഗൈൻസ്റ്റ് ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അവിടെ എടുത്തു പറയുന്നതാണ് കൺവേർഷൻ അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ്, കൺവേർഷൻ ഓക്കെ ബൈ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഒരിക്കലും എന്തിനോട് ഈക്വൽ അല്ല? ആക്ച്വൽ പേയ്മെന്റ് അല്ല. ആക്ച്വൽ പേയ്മെന്റിനോട് ഒരിക്കലും ഈക്വൽ ആകില്ല. സോ ദെയർഫോർ ഇതെന്താണ്? ആക്ച്വൽ പേയ്മെന്റ്, ഇൻട്രസ്റ്റ് ആക്ച്വൽ പേയ്മെന്റ് നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 43B വെച്ചിട്ട് നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? സോ രണ്ട് ഇതിൽ നിന്ന് APSFCയിൽ നിന്ന് എത്രയാണ് ഇൻട്രസ്റ്റ്? APSFCയിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് 15 lakh ആയിരുന്നു. ഇന്ത്യൻ ബാങ്കിൽ നിന്നുള്ളത് 30 lakhs. സോ എല്ലാം കൂടെ ടോട്ടൽ എത്രയായിരുന്നു ഇൻട്രസ്റ്റ്? 45 lakhs പേയബിൾ ആണ്. ഒന്നും പേ ചെയ്തിട്ടില്ല. ഈ 45 lakh ഇൻട്രസ്റ്റിൽ ഒന്നും പേ ചെയ്തിട്ടില്ല. പകരം എന്ത് ചെയ്തു? നമ്മുടെ പ്രീവിയസ് ഇയർ 1920 എന്ത് ചെയ്തു? ഇത് കൺവേർട്ട് ചെയ്തൊരു ഫ്രഷ് ലോൺ ആക്കി. സോ ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ എന്താണ്? 43B പ്രകാരമുള്ള ആക്ച്വൽ പേയ്മെന്റ് ആയിട്ട് കണക്കാക്കില്ല. സോ ദാറ്റ് മീൻസ് എന്താണ്? 43B പ്രകാരം ഡിസലവൻസ് ആണ്. സോ ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയർ 1920 അതായത് അസസ്മെന്റ് ഇയർ 2021 ഈ പറയുന്ന അസസിയുടെ ഹരിയുടെ അത് എൻറ്റയർ എമൗണ്ട് ഡിഡക്ട് ചെയ്യാം. ഹരി ക്ലെയിംഡ് എൻറ്റയർ ഇൻട്രസ്റ്റ് ഓഫ് 45 lakhs ആസ് എക്സ്പെൻഡിച്ചർ. അത് വാലിഡ് അല്ല. ഓക്കെ, സോ ഹരിയുടെ claim not valid. Okay, so but actually നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്ത് സംഭവിച്ചു? അത് കൺവേർട്ട് ചെയ്തിട്ട് എത്രയാണ്? 60 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിൽ APFCയുടെ എത്ര ഇൻസ്റ്റാൾമെന്റ്സ് പേ ചെയ്തു? 5 installments and 3 installments to Indian Bank. Okay, so that means നമുക്ക് നോക്കാം ഫിനാൻഷ്യൽ ഇയർ 1920 എന്താണ് APFCയുടെ APSFCയുടെ എത്ര ഉണ്ടായിരുന്നു? 15 lakh. ഓക്കെ, അതിന്റെ എത്രയാണ്? 60 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 60 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 5 ഇൻസ്റ്റാൾമെന്റ്സ് പേ ചെയ്തു. ദാറ്റ് മീൻസ് എത്രയാണ്? 15 lakh ഡിവൈഡഡ് ബൈ 60 into 5 എത്ര വരും? 1,25,000 എന്താണ് ആക്ച്വലി പേയ്മെന്റ് നടന്നിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് ഇയർ. ഓക്കെ, ദെൻ ഇന്ത്യൻ ബാങ്കിൽ എത്ര ഉണ്ടായിരുന്നു? 30 lakhs ഉണ്ടായിരുന്നു.
30 lakhs അതും എന്താണ് 60 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ്. അതിൽ എത്ര ഇൻസ്റ്റാൾമെന്റ്സ് പേ ചെയ്തു? 3 അല്ലെ, ഡിവൈഡ് ബൈ 60 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? ഒരു ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്ന് കിട്ടും? 1,50,000. സോ ടോട്ടൽ 2,75,000 നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ 1920 എന്താണ് ഇൻട്രസ്റ്റിന് അഗൈൻസ്റ്റ് ആയിട്ട് ആക്ച്വൽ പേയ്മെന്റ് ആണ്. സോ ഇത് എന്ത് ചെയ്യാം? നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യും. ഓക്കെ, എലിജിബിൾ ഡിഡക്ഷൻ വിൽ ബി എലിജിബിൾ ഡിഡക്ഷൻ വരും. 45 lakh നമുക്ക് കിട്ടില്ല, 2,75,000 മാത്രമാണ് നമ്മുടെ പ്രീവിയസ് ഇയറിലെ ആക്ച്വൽ പേയ്മെന്റ്. സോ ആ റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു അനദർ ലോൺ will not be considered as actual payment and as per section 43B. Therefore നമുക്ക് എന്താണ് ആ ഇൻട്രസ്റ്റ് മൊത്തം ഡെബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അലോ ചെയ്യണം, ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യണം എന്നുള്ള ആ ഒരു അസസിയുടെ കണ്ടക്ഷൻ അല്ലെങ്കിൽ ആ ക്ലെയിം വാലിഡ് അല്ല, അത് നടക്കില്ല. എന്താണ് എൻറ്റയർ എമൗണ്ട് വിൽ ബി ഡിസലൗഡ്. ദെൻ ആക്ച്വലി എത്ര പേ ചെയ്തു? ഇതേപോലെ കൺവേർട്ട് ചെയ്തിട്ട് 60 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് പേ ചെയ്യാൻ കൊടുത്തു. ബട്ട് 5 ഇൻസ്റ്റാൾമെന്റ്സ് ആണ് ഈ ഇയറിൽ പേ ചെയ്തത്. അതിന്റെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള 15 lakhന്റെ 1,25,000. Then 30 lakhs in the 3 installment, 1,50,000 total. 2,75,000 ആണ് in the previous year actually payment നടന്നിരിക്കുന്നത്. ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 43Bയും 36(1) എല്ലാം വെച്ചിട്ട് നമുക്ക് 2,75,000 എന്തായിട്ട് കാണിക്കാം? ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻ ആയിട്ട് ആക്ച്വലി എലിജിബിൾ ഡിഡക്ഷൻ വിൽ ബി 2,75,000. Then next question. You know, a person carrying on profession as film artist, his gross receipt from the profession are as under financial year 16-17, 17-18, 18-19. What is his obligation regarding maintenance of books of accounts as per for the assessment year 2021 under section 44AA? So ഇവിടെ എന്താണ് section 44AA പ്രകാരം books of accounts, അതായത് റൂൾ 6F പ്രകാരം ഇയാൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണമോ എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫിലിം ആർട്ടിസ്റ്റ് എവിടെ വരുന്നതാണ്? സെക്ഷൻ 44A സ്പെസിഫൈഡ് പ്രൊഫഷനിൽ വരുന്നതാണ്. സ്പെസിഫൈഡ് പ്രൊഫഷനിൽ വരുന്നതാണ്. സോ സ്പെസിഫൈഡ് പ്രൊഫഷനിൽ വരുന്ന ആൾക്കാർ റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട എവിടെയാണ്, എപ്പോഴാണ്? ഓക്കെ, ഇൻ ഓൾ ദ 3 years preceding the financial year, preceding the previous year. Okay, if gross receipt exceeds 1,50,000, so that means നമ്മുടെ previous year ആത്രയാണ്, നമ്മുടെ previous year ഏതാണ്? നമ്മുടെ previous year 1920, assessment year 2021, previous year തൊട്ട് മുമ്പുള്ള years ഏതൊക്കെയാണ്? 18-19, 17-18, 16-17 അല്ലേ? സോ 18-19 എത്രയായിരുന്നു ഗ്രോസ് റെസീറ്റ്? 18-19 2,10,000. Then 17-18 1,80,000. Then 16-17 1,15,000. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കി അറിയാം. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രൊവിഷൻ കൂടെ ഉണ്ട്. പ്രീവിയസ് ഇയറിൽ സെറ്റപ്പ് ചെയ്താണ് ലൈക്ലി ടു എക്സീഡ് 1,50,000. ദെൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ പറയും റൂൾ 6F പ്രകാരം. സോ ഇവിടെ എന്താണ്? ഇവിടെ നോക്കി 7-18 തൊട്ട് മുമ്പുള്ള ഫസ്റ്റ് പ്രിസീഡിംഗ് ഇയറിൽ എന്താണ് 1,50,000 അബൌട്ട് റോൾസ് റെസീറ്റ്. ഇവിടെ 1,80,000 1,50,000 അബൌട്ട് ഇവിടെ 1,15,000 ഉള്ളൂ ഉണ്ടോ? സോ നമ്മുടെ പ്രൊവിഷൻ അനുസരിച്ച് എന്താണ് ഓൾ ദ 3 years. ഓക്കെ, സോ ഇവിടെ എന്താണ് ഓൾ എന്നുള്ള ഇതാണ് വന്നിരിക്കുന്നത്, ഇൻ ഓൾ ദ 3 years. സോ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എന്താണ് പ്രീവിയസ് ഇയർ 16 തേർഡ് പ്രീവിയസ് ഇയറിൽ എന്താണ് 1,50,000 എക്സീഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്ന പ്രൊഫഷണൽ സ്പെസിഫൈഡ് പ്രൊഫഷണൽ എന്താണ് റൂൾ 6F പ്രകാരം പറഞ്ഞിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട. ഓക്കെ, സോ ദാറ്റ് മീൻസ് റൂൾ 6F പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം. സോ എന്റെ ഗ്രോസ് റെസിറ്റ് ഇതാണ്, അതുകൊണ്ട് എനിക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണ്ട എന്ന് പറഞ്ഞ അസസിംഗ് ഓഫീസർ അടുക്കൽ പോകുമ്പോഴത്തേക്കും ദാറ്റ് മീൻസ് അസസിംഗ് ഓഫീസർ അടുക്കൽ പ്രൂവ് ചെയ്യണം മൈ ഗ്രോസ് റെസിറ്റ് ഈസ് ദിസ് മച്ച്. ദാറ്റ് മീൻസ് നോർമലി എന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് വരുന്നത് എന്റെ പ്രൊഫഷണൽ റെസിപ്റ്റ്സ് വരുന്നെങ്കിൽ എന്തായിരിക്കണം ആ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അസസിംഗ് ഓഫീസർ അടുക്കൽ പ്രൂഫ് ആയിട്ട്. സോ ദാറ്റ് മീൻസ് ഞാൻ എന്ത് ചെയ്യണം
എന്റെ ഗ്രോസ് റെസിപ്റ്റ് ഇതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ അസസിംഗ് ഓഫീസറെ കൺവിൻസ് ചെയ്യാൻ തക്ക രീതിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. അല്ലാണ്ട് ഞാൻ ഒന്നും കാണിക്കില്ല അല്ലെങ്കിൽ ഒരു ബുക്കും കീപ്പ് ചെയ്യില്ല എന്നല്ല പ്രൊവിഷൻ പറയുന്നത്. അസസിംഗ് ഓഫീസറെ പ്രൂവ് ചെയ്യാൻ റൂൾ 6F പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമുക്കറിയാം എന്താണ്. ലെഡ്ജർ, ക്യാഷ് ബുക്ക്, അങ്ങനെ ഡെയിലി കേസ് രജിസ്റ്റർ, മെഡിക്കൽ പ്രാക്ടീഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കേസസ് പറയുന്നുണ്ട്. ദെൻ 50 ഉള്ള കേസ്, ബില്ലിന്റെ കേസ്, പിന്നെ ആക്ച്വൽ കോപ്പി 25 ആണെങ്കിൽ കോപ്പി, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ 50 ആണെങ്കിൽ ആക്ച്വൽ വേണം, കോപ്പി പോരാ എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്, റൂൾ 6F പറയുന്നത്. ഓക്കെ, സോ റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട, ബിക്കോസ് സ്പെസിഫൈഡ് പ്രൊവിഷൻ ആസ് പെർ സെക്ഷൻ 44AA. സോ എന്താണ്, തേർഡ് പ്രീവിയസ് ഇയറിൽ 1 lakh രൂപയിൽ താഴെയാണ് ഗ്രോസ് റെസിപ്റ്റ് വരുന്നതുകൊണ്ട് ഇവിടെ എടുത്ത് പറയുന്നത് ഓൾ ദ 3 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ ഓർ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്, റൂൾ 6F ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട എന്ന് എഴുതി കഴിഞ്ഞാൽ വെട്ടിക്കളയും, ആൻസർ ശരിയല്ല. റൂൾ 6F പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട. ബട്ട് എന്ത് കീപ്പ് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, എന്റെ ഗ്രോസ് റെസീപ്റ്റ് ഇതാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള, പ്രൂവ് ചെയ്യാൻ പറ്റാൻ ഏതൊക്കെ ബുക്സ് വേണോ അല്ലെങ്കിൽ ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എനിക്ക് വേണോ അതെല്ലാം ഞാൻ കീപ്പ് ചെയ്യണം. അസസിംഗ് ഓഫീസറുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ പറ്റണം, ഐ ഹാവ് ദിസ് മച്ച് ഗ്രോസ് റെസീപ്റ്റ്. ഓക്കെ, അതിന്റെ പ്രൂഫ് അസസിംഗ് ഓഫീസറെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൂഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Mr. B engaged in retail trade, reports turnover of ₹1 crore 98 lakh 50,000 for the financial year 2019-20. Okay, so gross turnover 1 crore 98 lakh 50,000. His income from the said business as per books of accounts is 13 lakh 20,000 computed as per provisions of for the profit and gains of business or profession of the Income Tax Act 1961. Retail trade is the only source of income for Mr. P for the assessment year 1920 was the first year for which declaration of business income in accordance with the provision of presumptive taxation under section 44AD. Okay, is Mr. P eligible to opt presumptive? Okay, so പക്കാ തിയറി ക്വസ്റ്റൻ ആണ്. 44AD പ്രിസംപ്റ്റീവ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നതാണ്. സോ ദാറ്റ് മീൻസ് നോക്കാം, സെക്ഷൻ 44AD എന്തായിരുന്നു, പ്രിസംപ്റ്റീവ് അല്ലെ, ബിസിനസ്സുകാർക്ക്. സോ ഇതിനകത്ത് എന്താണ്, റീറ്റെയിൽ ട്രേഡേഴ്സിനകത്ത് വരുന്നതാണ്, സോ ബിസിനസ്സിനകത്ത് വരുന്നതാണ്. സോ അവർക്ക് എന്തായിരിക്കണം, ടേൺ ഓവർ എത്ര വരെ ആകാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 crores. ഇവിടെ എത്രയാണ്, 1 crore 98 lakh 50,000 എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ 2 crore ആണ്. Therefore 44AD ഇവർക്ക് ആപ്ലിക്കബിൾ ആണ്. Is Mr. P eligible to opt for presumptive determination of income chargeable to tax for the assessment year 2021? Okay, so assessment year 2021 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അസസ്മെന്റ് ഇയർ 2021 എന്താണ്, സെക്ഷൻ 44AD പ്രിസംപ്റ്റീവ് ബേസിസിൽ ഇൻകം ടാക്സ് ചെയ്യാൻ ഇയാള് എലിജിബിൾ ആണ്. Eligible. Okay. If so, determine income from retail trade as per applicable presumptive provision, assuming that the whole turnover represent cash receipt. Okay. So 44AD യിൽ പിന്നെ അടുത്തത് റേറ്റ് ആണ് പറയുന്നത്. നമ്മുടെ ടേൺ ഓവറിന്റെ മിനിമം 8% എങ്കിലും 8% എങ്കിലും. സോ അത് അക്കൗണ്ട് പേ അല്ലെങ്കിൽ എല്ലാം ബാങ്ക് ത്രൂ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് എത്രയായിരുന്നു, 6% മതി. അതിന്റെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് എല്ലാം ക്യാഷ് റെസീറ്റ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദെയർഫോർ നമ്മൾ എത്ര ടേൺ ഓവറിന്റെ മിനിമം, ഓക്കെ, സോ അതിൽ മുകളിലോട്ട് കാണിക്കാൻ അല്ലാണ്ട് കറക്റ്റ് ടേൺ ഓവർ 8%, ടേൺ ഓവറിന് 8% കാണിക്കണം എന്നല്ല, 8% എങ്കിലും കാണിച്ചിരിക്കണം. സോ ദാറ്റ് മീൻസ് 1 crore 98 lakh 50,000 into 8%. Okay. So 198 into 8% എത്ര വരും, 15,88,000. 15,88,000. സോ ഇൻകം എത്ര കാണിക്കേണ്ടി വരും, 15 lakh. സോ ഇയാളുടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അയാൾ കീപ്പ് ചെയ്തിരുന്നെങ്കിൽ ആസ് ഫോർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അയാൾക്ക് എത്രയേ ഉള്ളൂ, 13,20,000 ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരമുള്ള അയാളുടെ ഇൻകം. ഓക്കെ, in case Mr. P does not offer presumptive taxation of income from a retail trade, what are his obligation under the Income Tax Act 1961? Okay, so ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്,
അസസ്മെന്റ് ഇയർ 1920 അയാൾ എന്ത് ചെയ്തു? സെക്ഷൻ 44 AD പ്രകാരം ആദ്യമായിട്ട് എന്ത് ചെയ്തു? പ്രിസംപ്റ്റീവ് ബേസിസിൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്തു. പ്രിസംപ്റ്റീവ് ബേസിസ്. സോ നമ്മുടെ 44 AD എന്ന പ്രകാരം എന്താണ്? സോ ഏത് പ്രീവിയസ് ഇയറിലാണ് ചെയ്തത്? ഇവിടുന്ന് അങ്ങോട്ട് 5 വർഷത്തേക്ക് എന്ത് ചെയ്യണം? പ്രിസംപ്റ്റീവ് ബേസിസിൽ ചെയ്യണം. ബട്ട് ഇവിടെ നോക്കിയേ, അസസ്മെന്റ് ഇയർ 2021 ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? പ്രിസംപ്റ്റീവ് ആണെങ്കിൽ 15,88,000, ആക്ച്വലി വന്നു കഴിഞ്ഞാൽ എത്ര വരത്തുള്ളൂ? 13,20,000. സോ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി അയാൾ ഏതിൽ പോകും? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ചെയ്താൽ, സോ ദാറ്റ് മീൻസ് എന്താണ്? 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ഈ പ്രിസംപ്റ്റീവ് ബേസിസ് ഫോളോ ചെയ്യണമെന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? പിന്നെ ഇവിടെ ഏത് ഇയറിലാണോ ബ്രേക്ക് ചെയ്തത് അവിടുന്ന് അങ്ങോട്ട് 5 ഇയേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? സെക്ഷൻ 44 AD പ്രകാരം പിന്നെ പ്രിസംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്ക് വാല്യൂത് കിട്ടില്ല. അത് കൂടാതെ എന്ത് ചെയ്യേണ്ടി വരും? അത് കൂടാതെ എന്താണ്? പ്രിസംപ്റ്റീവ് ബേസിസിൽ നിന്ന് പുറത്തു പോയത് എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെ? ഓൾറെഡി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 44 AB വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് അയാളുടെ ടോട്ടൽ ഇൻകം എക്സീഡ്സ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. അതുകൊണ്ട് 44 AB പ്രകാരം എന്തിലേക്ക് പോകേണ്ടി വരും? ടാക്സ് ഓഡിറ്റിന് പോകേണ്ടി വരും. ഓക്കെ, സോ അതാണ് എന്ത്? തേർഡ് ഉണ്ടോ? എപ്പോഴും ശ്രദ്ധിക്കണം. വാട്ട് ആർ ഹിസ് ഇൻകം ടാക്സ് ആക്ട് ഒബ്ലിഗേഷൻ. സോ അത് ഏറ്റവും കൂടുതൽ പറയേണ്ട ഇതാണെന്ത്? സോ അസസ്മെന്റ് ഇയർ 2021 മുതൽ അസസ്മെന്റ് ഇയർ 2021 മുതൽ അസസ്മെന്റ് ഇയർ 25-26 വരെ എന്താണ്? പിന്നെ 2021 മുതൽ 25-26 വരെ ഈ ഒരു 5 ഇയേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിസംപ്റ്റീവ് ബേസിസിൽ സെക്ഷൻ 44 AD പിന്നെ വരാൻ പറ്റില്ല. സോ എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സെക്ഷൻ 44 AB ടാക്സ് ഓഡിറ്റ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടി വരും. ഇഫ് ഇൻകം എക്സീഡ്സ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഓക്കെ, then last one, what is the due date of filing return of income under both option? Okay, so presumptive case ആണ്, അതായത് സെക്ഷൻ 44 AD ആണ് എടുക്കുന്നെങ്കിൽ എന്താണ്? ജൂലൈ 31st. നമ്മുടെ ഈ ഇയറിൽ എടുക്കരുത്, ബിക്കോസ് ഈ ഇയറിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇതുകൊണ്ടേയിരിക്കുകയാണ് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ. സോ സെക്ഷൻ 44 AB ആണെങ്കിൽ നോർമൽ സെനാരിയോയിൽ എന്ത് വരും? സെപ്റ്റംബർ 30th. ഓക്കെ, സോ 20 നോർമൽ സെനാരിയോയിൽ വരുന്നത്. നമ്മുടെ ഇയറിൽ 30th നമുക്ക് പറയുകയാണെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ അത് പ്രൊവിഷനായിട്ട് എഴുതാം. നമ്മുടെ അസസ്മെന്റ് ഇയർ 2021 നമ്മുടെ 30th നവംബർ ആണ് പറയുന്നത് ഉണ്ട്. സോ ആക്ട് പ്രകാരം എന്താണ്? 31st ജൂലൈ. നോൺ ഓഡിറ്റ് അല്ലെങ്കിൽ കമ്പൽസറി ഓഡിറ്റ് ഇല്ലാത്ത കേസസിൽ 31st ജൂലൈ, കമ്പൽസറി ഓഡിറ്റ് ടാക്സ് ഓഡിറ്റ് ഉള്ള കേസിൽ സെപ്റ്റംബർ 30th. ദെൻ ട്രാൻസ്ഫർ പ്രൈസിങ് സെനാരിയോ 192 ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ വരുന്നത് 30th നവംബർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ എപ്പോഴും ശ്രദ്ധിക്കാം, തിയറി ക്വസ്റ്റ്യൻ, തിയറിയാണ്, പക്കാ തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാം വരാം. വാട്ട് ആർ ദ ടാക്സ് ഒബ്ലിഗേഷൻസ് ആൻഡ് അല്ലെങ്കിൽ ടാക്സ് കോൺസിക്വൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഈ ടാക്സ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ അത് കോൺസിക്വൻസ് വരും അതെല്ലാം പറയണം. സോ 44 ഇവിടെ ആണെങ്കിൽ 44 AD പിന്നെ 5 വർഷത്തേക്ക് പറ്റില്ല. ഇവിടെ ആ ഇയറിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? 44 AB റൂട്ടിൽ ടാക്സ് ഓഡിറ്റ് എന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. സോ അടുത്തത്, മിസ്റ്റർ എക്സ് കമൻസ് ടു ബിസിനസ് ഓഫ് ഓപ്പറേറ്റിംഗ് ഗുഡ്സ് വെഹിക്കിൾ. That means operating goods vehicle on 1/4/2019. He purchased the following vehicle during the previous year 1920. Compute income. So section 44 AE ആണ് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹെവി ഗുഡ് വെഹിക്കിൾ ആണോ അല്ലെങ്കിൽ അല്ലാതെ ദാൻ ഹെവി ആണോ അതനുസരിച്ച് വന്നിരിക്കുന്നു. നമ്പർ ഓഫ് വെഹിക്കിൾ വന്നിരിക്കുന്നു. വെയിറ്റേജ് ഇൻ കിലോഗ്രാം 7,000, 6,500, 10, 11, 15, 15, then 2, 10/4/2019, 2, 15/3/2020, then 16/7/2019. What would you answer if change if goods vehicle purchased in April 2019 were put to use only in July 2019? Okay, so എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു സെക്ഷനിൽ എത്ര വേണം? ഓൺ ചെയ്യണം എന്നേ പറയുന്നുള്ളൂ, പുട്ട് ടു യൂസ് എന്ന് പറയുന്നില്ല. ഓക്കെ, സോ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഒരു ദിവസമെങ്കിലും 10 വെഹിക്കിളിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ 2, 3, 6, 7, 9, 10 വെഹിക്കിളേ വരുന്നുള്ളൂ. 10ൽ കൂടുതൽ ഒരു കാരണവശാലും വരില്ല. സോ പുട്ട് ടു യൂസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇഫ് ദ അസസി ഓപ്പറേറ്റിംഗ് ഗുഡ്സ് കാരിയേജ് വെഹിക്കിൾ അവർ ഗുഡ്സ് വെഹിക്കിൾ ആണ്, ഗുഡ്സ് കാരിയേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 44 AE നമുക്ക് എന്ത് ചെയ്യാം? പ്രിസംപ്റ്റീവ് ബേസിസിൽ ടാക്സ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 12,000 എബോവ് ഉള്ള കേസസിലാണ് നമുക്ക് എന്ത് വരുന്നത്?
ഹെവി ഗുഡ്സ് വെഹിക്കിളായിട്ട് എടുക്കുന്നത്. സോ ആ കേസിൽ എന്ത് വരും? ഫസ്റ്റ് നമുക്ക് computation of presumptive income under section 44 AEA. So first heavy goods vehicle. Okay. So the heavy വരുന്നത് 12,000 മുകളിലെ ടൺ വരുന്നത്. That means 12,000 അല്ലെങ്കിൽ 12 ടണ്ണിന് മുകളിൽ വരുന്ന 12,000 ടണ്ണിന് മുകളിൽ വരുന്ന രണ്ടെണ്ണമാണ് എന്തായിട്ടുള്ളത് ഹെവി ആയിട്ടുള്ളത്. സോ അവർക്ക് എത്രയാണ്? 1000 പെർ ടൺ പെർ മന്ത് ആണ് വരുന്നത്. ഓക്കെ, 1000 പെർ ടൺ പെർ മന്ത്. ഓക്കെ, സോ ഇവിടെ വരുന്നത് ഫസ്റ്റ് സെനാരിയോയിൽ ഡേറ്റ് ഓഫ് പർച്ചേസ് 29/8/19. സോ നമ്പർ ഓഫ് വെഹിക്കിൾ 2. സോ നമുക്ക് ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മന്ത്സ്. ഓക്കെ, ഇവിടെ പാർട്ട് ഒരു പാർട്ട് ദാറ്റ് മീൻസ് 28, 9, 10, 11, 12, 1, 2, 3. ദാറ്റ് മീൻസ് എത്ര മാസം വരും? 8 മന്ത്സ് അല്ലേ? ഇവിടെ 29/8 ആണെങ്കിലും എന്താണ് ഒരു ദിവസമെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി ടേക്കൺ ആസ്. ഓക്കെ, സോ 8 വരും. ദെൻ എത്ര വരും? നമുക്ക് ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പാർട്ട് നമ്പർ ഓഫ് വെഹിക്കിൾ ഇൻറ്റു പാർട്ട് എടുക്കുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് വരും 18 into 2 16 വരും. ദെൻ അടുത്ത സെനാരിയോ എടുക്കണമെങ്കിൽ 23 to 20 ആണ്. ദാറ്റ് മീൻസ് സെക്കൻഡ് ഒരു വെഹിക്കിൾ ആണുള്ളത്, 2 മാസം 2 into 1 എടുക്കുമ്പോഴത്തേക്കും 2. ദാറ്റ് മീൻസ് എത്രയാണ്? 18 months പെർ വെഹിക്കിൾ 1000 വെച്ചിട്ട് വേണ്ടി വരും. 18 months ഇൻറ്റു വെയിറ്റ് എത്രയാണ്? 15 ടൺ ഇൻറ്റു 259 ഇൻറ്റു 1000. സോ അതുകൊണ്ടാണ് ഇവിടെ അടി ചെയ്തെടുത്ത് 259. അതർവൈസ് സെപ്പറേറ്റ് 16 ഇൻറ്റു 15 ഇൻറ്റു 1000. ദെൻ അതിലും കൂടുതലാണെങ്കിൽ ആ ഒരു പെർ ടൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. സോ നമുക്ക് ഹെവിയുടെ എത്ര കിട്ടും? 18 ഇൻറ്റു 15 ഇൻറ്റു 1000 എത്ര കിട്ടും? 2,70,000. 2,70,000. Then other than heavy goods ആണെന്നുണ്ടെങ്കിൽ other than heavy goods, then a date of purchase, number of vehicle, number of months. So this scenario എന്താണ്? 7,500 per vehicle per month. സോ 10/4/2019 എത്ര വെഹിക്കിൾ ആയിരുന്നു? എത്ര നമ്പർ ഓഫ് വെഹിക്കിൾ എത്രയാണ്? 2 ആണ്. സോ മന്ത് എത്ര വരുന്നുണ്ട്? എൻറ്റയർ 12 months വരുന്നുണ്ട്. പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും 24 months വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ എത്രയായിരുന്നു? സെക്കൻഡ് വൺ 15/3/2020. 15/3/2020. That means 1 month, 1 vehicle, 1 day. Then next scenario 16/7/2019 3 vehicle. 16/7/2019 എത്ര മാസം വരും? 9 മാസം. 3 vehicle എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും 27. Then last one 2/1/2020. That means 1, 2, 3, 3 months, 1 vehicle, 3. Okay. So total എത്ര വരും? 25, 28, then 48, 7, 55. Okay. So 55 months ആണെങ്കിൽ പാർട്ട് നമുക്ക് കിട്ടുന്നത്. So 55 into 7,500. 55 into 7,500, 4,12,500. 4,12,500. So that means total എത്ര വരും? Total 2 lakh. ഹെവിയിൽ നിന്ന് കിട്ടിയ 2,70,000. 2,70,000 പ്ലസ് 4,12,500 നമുക്ക് ഇവിടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും
6,82,500. 6,82,500 ആണത് 44AE പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാതെ നമുക്ക് എന്താണ് പ്രിസംപ്റ്റീവ് ബേസിസിൽ കാണിക്കാവുന്ന ഇൻകം. ഓക്കെ, സോ ഇവിടെ പുട്ട് യൂസിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ തന്നിരിക്കുന്നു നോട്ട് ജൂലൈ 2009 ഏപ്രിൽ 19 വാങ്ങിച്ചു, നമ്മൾ 12 മാസം എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് എന്ന് യൂസ് ചെയ്താലും എന്തായാലും മതി. ബിസിനസിന്റെ അത് അറൗണ്ട് ചെയ്യുന്ന ഓണർ അയാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മളത് ഈ പറയുന്നത് 44A നമ്പർ ഓഫ് വർക്കിൽ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് എടുക്കും. നമുക്ക് ഒറ്റ കാര്യം പറഞ്ഞാൽ ഹെവി ഗുഡ്സ് ആണോ അതാണ് ഹെവി ആണോ എല്ലാം കൂടെ ചേർത്തത് 10ൽ കൂടുതൽ ഒരു പോയിന്റിലും വരുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? Section 44A apply ചെയ്യാം. Answer. Okay. The next one. Then is we resident and all resident in India has derived the following income in various operations relating to plantation and estate owned by her during the year ended. That means നമ്മുടെ previous year 1920 details ആണ്. Income from sale of centrifugal taxes processed rubber. റബ്ബറിന്റെ കേസ് പറഞ്ഞിരിക്കുന്നു. 3 lakhs income from sale of coffee grown cured in Tamil Nadu. Okay, Tamil Nadu, coffee grown and cured. So then income from sale of coffee grown cured roasted in Colombo. Okay, so when you are required to compute business income. So നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് കോമ്പോസിറ്റ് ഇൻകത്തിനകത്ത് റൂൾ 7A 7B 8 അറിയാവുന്നതാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ റൂൾ 7A എന്തായിരുന്നു ഓർമ്മയുണ്ടോ? റൂൾ 7A റബ്ബറിന്റെ കേസ് ആണെങ്കിൽ റബ്ബർ ഇവിടെ അഗ്രി ഇൻകം ബിസിനസ് ഇൻകം. സോ അതിന് എത്രയാണ് ബിസിനസ് ഇൻകം? അഗ്രികൾച്ചറൽ ഇൻകം 65% ആണ്. എത്രയാണ് ഇൻകം അതിൻ്റെ? 65%. ദെൻ ബിസിനസ് ഇൻകം 35%. ദെൻ റൂൾ 7B കോഫി ഗ്രോൺ ക്യൂർഡ് ആൻഡ് റോസ്റ്റ്. കോഫി ഗ്രോൺ ആൻഡ് ക്യൂർഡ് ആണെങ്കിൽ കോഫിയുടെ കേസിൽ ഫസ്റ്റ് ഗ്രോൺ ആൻഡ് ക്യൂർഡ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 75-25 ആണ് വരുന്നത്. Then coffee ground cured and roasted grounded, coffee ground cured roasted and grounded ആണെന്നുണ്ടെങ്കിൽ 7B തന്നെ റൂള് ground cured roasted and grounded ആണെങ്കിൽ വരും 60% അഗ്രികൾച്ചറൽ ഇൻകം ആണ്, 40% ബിസിനസ് ഇൻകം ആയിട്ട് മാറും. ദെൻ റൂൾ 8T ആണെങ്കിൽ എത്രയാണ്? 60%, 40%. എപ്പോഴും ഇതെല്ലാം വരുന്നത് ബിസിനസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം വരുന്നെങ്കിൽ എപ്പോഴും എന്താണ് അഗ്രികൾച്ചർ പർപ്പസ് ഇൻ ഇന്ത്യ ആയിരിക്കണം. ഇതിനകത്ത് ഒരു കേസ് മാത്രം എന്താണ് കൊളംബോയിലാണെന്നുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചർ ഇൻകമേ ആകില്ല. എൻറ്റയർ ഇൻകം വിൽ ബി കൺസിഡേർഡ് ആസ് ബിസിനസ് ഇൻകം. സോ എന്തൊക്കെ വരും? ഫസ്റ്റ് സെനാരിയോയിൽ എന്താണ് റബ്ബറിന്റെ കേസ് ആണെങ്കിൽ ബിസിനസ് ഇൻകം എത്ര വരും? ഫസ്റ്റ് റബ്ബറിന്റെ ബിസിനസ് ഇൻകം റബ്ബർ ആണെങ്കിൽ 35% ആണ്. നമുക്ക് എത്രയാണുള്ളത്? 3 lakh ആണ്. ഇതിന്റെ 35% ബിസിനസ് ഇൻകം എത്ര വരും? 1,05,000. 1,05,000. സോ റിമൈനിങ് എന്തായിരിക്കും? അഗ്രി ഇൻകം ആണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം അഗ്രികൾച്ചർ ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്തായിരുന്നു? റൂൾ 7B കോഫിയുടെ കേസിലെ കോഫി. സോ കോഫി income from sale of coffee grown cured and roasted in Tamil and coffee grown and cured, that means എത്ര വരും? 75-25. 1 lakh ആണുള്ളത്. 1 lakhന്റെ 25% എന്തായിട്ട് വരും? ബിസിനസ് ഇൻകം ആയിട്ട് വരും. 25% എത്രയാണ്? 25,000. ദെൻ കോഫി ഗ്രോൺ ക്യൂർഡ് ആൻഡ് റോസ്റ്റഡ് എത്രയാണ്? ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ കോമ്പോസിറ്റ് ഇൻകം റൂൾ 7B ആപ്ലിക്കബിൾ ആവില്ല. എൻറ്റയർ ഇൻകം വിൽ ബി ട്രീറ്റഡ് ആസ്. സോ അഗ്രികൾച്ചർ ഇൻകം മീൻസ് ഇൻകം അല്ലെ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. സോ ശ്രീലങ്കയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? എൻറ്റയർ ഇൻകം that means entire 100% will be treated as income from business. Okay, so എത്രയാണ്? 2,50,000 plus 25,000 plus 1,05,000 വരും. 3,80,000 will be the chargeable under the head PGBP. So ബാക്കി എല്ലാം വരും 10 subsection 1 agricultural income ആകും. Agri income will not be fully exempted under section 10 subsection 1. Then resident individual tax computation വരുമ്പോഴത്തേക്ക് ഒരു അഗ്രിഗേഷൻ വരുന്നത് ഇവിടെ നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ബിസിനസ് ഇൻകം ആൻഡ് അഗ്രികൾച്ചർ. ഓക്കെ,
ആൻഡ് അഗ്രികൾച്ചറൽ ഇൻകം ചോദിച്ചിരുന്നു. അഗ്രികൾച്ചറൽ ഇൻകം വരുമ്പോഴത്തേക്കും സോ റിമൈനിങ് എത്രയൊക്കെ വരുന്നുണ്ടായിരുന്നു അഗ്രികൾച്ചറൽ ഇൻകം കണ്ടുപിടിക്കാനായിട്ട്. ഫസ്റ്റ് സെനാരിയോയിൽ 1,05,000 കഴിഞ്ഞാൽ 1 lakh അഗ്രി ഇൻകം 1,95,000 ഉണ്ടായിരുന്നു. സെക്കൻഡ് സെനാരിയോയിൽ എത്ര വരുന്നുണ്ട് ഒരു 75,000 വരുന്നുണ്ടായിരുന്നു. രണ്ടുകൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത് അഗ്രി ഇൻകം. ഓക്കെ അഗ്രി ഇൻകം 1,95,000 plus 75,000 return 2,70,000 will be the agricultural income. Okay, so fully exempted under section 10 subsection 1. The next one, Mr. V engaged in manufacture of pesticide furnishes the following particulars relating to its manufacturing unit in Chennai for the assessment year. Okay, so the previous year 1920. Opening WDV plant 20, new plant and new machinery purchased 10 lakhs ആണ്. New machinery purchased 1/12/2019 8. Computer purchased 3/1/2024. Additional all assets were purchased upon by that means എന്താണ് സെക്ഷൻ 40A3 ഒരു ഡിസർവൻസ് ഇല്ല. എന്താണ് 10,000 വരുന്ന എല്ലാ സെനാരിയോയിലും എന്താണ് അക്കൗണ്ട് പേജ് ചെക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. All asset were put to use immediately. That means put to use 180 days ആണോ 180 days കൂടുതലാണോ കുറവാണ് അല്ലെങ്കിൽ up to 180 days ആണെന്ന് അറിയാനുള്ള. New machinery purchased on 1/12/2019 and computer have been installed in the office. Okay, during the so that means ഇവിടെ എന്താണ് ഇവിടെ മാനുഫാക്ചറിങ് എൻറ്റിറ്റി ആണ് എന്താണ് സെക്ഷൻ 32 subsection 1 clause 2A എന്തിന് എലിജിബിൾ ആണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ഡിപ്രീസിയേഷൻ അഡീഷണൽ ഡിപ്രീസിയേഷൻ. സോ അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്തിനെ കിട്ടത്തില്ല ഓഫീസ് പ്രിമൈസിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീൻ പർച്ചേസ് ഓൺ 1/12/2019 and computer have been installed in office. Okay, during the year ended 31/3/2019 a new machinery has been purchased on 31/10/2018 for 10 lakh. Additional depreciation besides normal depreciation has been claimed. Okay, so kando so 112 എന്ന് പറയുമ്പോൾ എന്താണ് put to use less than 180 days. Okay, additional depreciation half ആണ് കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്തിരിക്കണം നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്താണ് കഴിഞ്ഞ വർഷം എത്ര കിട്ടിയതിന്റെ പകുതി. Okay, so 10 lakh 31/10/2018 for 10 lakh വന്നിരിക്കുന്നു. That means 10% ഓൾറെഡി അവിടെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഒരു അഡീഷണൽ 1 lakh നമ്മുടെ ഈ പ്രീവിയസ് ഇയർ 1920 അഡീഷണൽ ഡിപ്രീസിയേഷന്റെ പാർട്ടായിട്ട് വരും. Depreciation rate of machinery taken as 15%. That means general rate 15%. Compute the depreciation available to assessee as per provisions of Income Tax Act 1961. Okay. WDV of different block of asset as on. Okay. WDV ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. WDV ഓരോ different block of asset ന്റെ WDV ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. Particulars. Plant and machinery. So separate പറഞ്ഞിരിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ഇതാണ് 15% ബ്ലോക്ക് ആണ് ഇത് 40% ബ്ലോക്ക് ആണ്. സോ ഓപ്പണിംഗ് WDV of plant and machinery ഓപ്പണിംഗ് WDV എത്രയാണ് തന്നിരിക്കുന്നു 11 lakhsലാണ് lakhs rupees in lakhs rupees in lakhs. Okay, so എത്രയാണ് 20 ഇവിടെ പ്രശ്നമില്ല. ന്യൂ machinery purchase. So add additions 10 പിന്നെ ഒരു 8 വരുന്നുണ്ട് 8 lakhs. then കമ്പ്യൂട്ടറിന്റെ കേസ് ആണെങ്കിൽ ഒരു 4 lakhs. സോ നമ്മുടെ 31/3/2020 വരും 38 വരും ഇവിടെ 4 വരും. ഇനി അടുത്തത് നമ്മുടെ രണ്ടുതരം ഡിപ്രീസിയേഷൻ ആണ്. നോർമൽ ഡിപ്രീസിയേഷൻ എത്ര വരുന്നുണ്ട് നോർമൽ ഡിപ്രീസിയേഷൻ. സോ നമുക്ക് എടുക്കുകയാണെങ്കിൽ 20 lakhന് ഇൻറ്റു 15%. ദെൻ 10 lakhന് നമുക്ക് എത്ര കിട്ടും 15%. 8 lakh എന്നാണ് പുട്ട് ടു യൂസ് ലെസ് ദാൻ 180 days ആണ് അതിൻ്റെ 7.5%. ഓക്കെ 7.5%. Okay, എത്രയൊക്കെ വരുന്നുണ്ട് 20 lakh into 15%, 3 lakhs, 10 lakh into 15%, 1.5 lakhs, 8 into 7.5%, 0.6 lakhs. Okay, then ഇതിൻ്റെ കഴിഞ്ഞു. നോർമൽ ഡിപ്രീസിയേഷൻ എടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ കേസിൽ എത്രയാണ് നമുക്ക് കിട്ടത്തുള്ളൂ 4 lakhൻ്റെ. സോ അവിടെ 40% കിട്ടില്ല. 4 into
20% എത്ര വരും 0.80. ഓക്കെ സോ ഇത് എത്ര വന്നു 4.56 3 plus 1.6 വന്നു 5.1 ആണ് വന്നിരിക്കുന്നത് നോർമൽ ഡിപ്രീസിയേഷൻ ഇത് 0.80. then additional depreciation under section 32 subsection 1 clause 2a 32 subsection 1 clause 2a additional depreciation. So additional depreciation ഏതിനൊക്കെ കിട്ടുന്നുണ്ട് additional depreciation opening W കിട്ടത്തില്ല ഇവിടെ നമുക്ക് എന്ത് കിട്ടും so additional depreciation എന്തൊക്കെയാണ് എലിജിബിൾ ആയിട്ട് വരുന്നത് 20 lakh ഓപ്പണിംഗ് ആണ് 10 lakh 8 lakh ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾഡ് ഇൻ ഓഫീസ് പ്രീമിയസ് ആണ് ദാറ്റ് മീൻസ് ഈ 10 lakhന്റെ 20% ആണ് നമുക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ ആയിട്ട് ഈ വർഷത്തെ വരുന്ന 10 into 20% ബിക്കോസ് റേറ്റ് 20% ആണ് backward areas of Andhra Pradesh, Bihar and Telangana and West Bengal ആണെങ്കിലാണ് നമുക്ക് എത്രയാണ് instead of 20 we are getting 35% as additional depreciation. Okay, so ഇവിടെ 2 then balance of additional depreciation from previous year that means 10 lakh inde 10% balance ആണ് 1. So 3 so total depreciation എത്രയും total depreciation 8.1 lakh ഇവിടെ 0.80 lakhs. So നമുക്ക് എന്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് and compute the WDV and WDV of different block of assets. Okay. So WDV എടുക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇവിടെ 38 lakhs ഉണ്ടായിരുന്നു 38 lakhsൽ നമുക്ക് എത്ര ഓർക്കാം 8.1 കുറച്ചിട്ട് റിമൈനിങ് നമുക്ക് എന്തിൽ കാണിക്കാം 38 lakhs ഉണ്ടായിരുന്നു WDV as on 1/4/20 വരുന്നത് 38 minus 8.1 വരും 29.9 lakhs വരും 29.9 lakhs then ഇവിടെ എത്രയായിരുന്നു 4 lakhsൽ നിന്ന് 0.8 പോയാൽ 3.2 lakhs. ഓക്കെ അടുത്ത വർഷത്തേക്ക് വരുമ്പോഴത്തേക്കും സോ as on 31/3/2020 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 38 lakhs ബ്ലോക്കിൽ 38 lakhs 4 lakhs ബിക്കോസ് ഒരു സെയിൽസ് ഒന്നും തന്നെ ഇല്ല ഡിലീഷൻസ് ഒന്നും തന്നെ ഇല്ല ദാറ്റ് മീൻസ് entire will be counted as entire amount will be counted for the block concept. Okay 31/3 before providing depreciation എന്നൊക്കെ വേണമെങ്കിൽ പറയാം block of asset before providing depreciation after providing depreciation that means next assessment year അല്ലെങ്കിൽ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിൽ ദൂരം 29.9 lakhs and 3.2 lakhs. Mr. engaged in the business of generation and distribution of electric power that means എന്തിന് എലിജിബിൾ ആണ് പറയുന്നുണ്ടെങ്കിൽ 32 subsection 1 clause that means enhanced depreciation eligible ആണ് he always ought to claim depreciation on return on value that means എന്താണ് SLM ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല ഈ പറഞ്ഞ enhanced depreciation പറ്റില്ല because ബ്ലോക്കിൽ കിട്ടില്ല. From the following details, compute depreciation allowable for the provisions of Indian Gas Act for the assessment year 2021. Opening WDV, plant and machinery 15%, new plant purchased 12/10/2019, machinery imported from Colombo 12/4/2019, 9 lakhs. This machine has been used in Colombo earlier and assessee is first user in India. New computer installed in generation wing 15/7/2019 2 lakhs. Old assets were purchased in account page. Okay. So നമുക്ക് നോക്കാം സോ ഇതിനെ എന്തിന് എലിജിബിൾ ആണ് സെക്ഷൻ 32 അസസി പവർ ജനറേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിന് എലിജിബിൾ ആണ് സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് 2a പ്രകാരം അഡീഷണൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ഡിപ്രീസിയേഷന് അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്താണ് അസസി എലിജിബിൾ ആണ് അഡീഷണൽ ഡിപ്രീസിയേഷന് എലിജിബിൾ ആണ് അസസി നമുക്ക് നോക്കാം particulars amount rupees opening WDV 42 lakhs rupees in lakhs. So new machinery purchased 12/10 that means would use less than 180 12/10 വരുമ്പോഴത്തേക്കും 10 lakh add. Okay, then machinery imported from Colombo that means 12/4/2019 that means full കിട്ടുന്നത് 9 lakh ആണ്. New computer installed in generation unit. Okay, computer എത്രയാണ് 15/7/2019 വെച്ചിട്ട് 2. So that means total എത്രയാണ് before as on 31/3/2019 എത്ര വരുന്നുണ്ട് 42 plus 10 52 plus 2 54
plus 9 63 lakhs വരുന്നുണ്ട്. ഇതിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നോക്കാം നമുക്കിനി എന്താണ് രണ്ട് ഡിപ്രീസിയേഷൻ ആണ്, നോർമൽ ഡിപ്രീസിയേഷനും എൻഹാൻസ് ഡിപ്രീസിയേഷനും. ഓക്കെ, നോർമൽ ഡിപ്രീസിയേഷൻ ഒരെണ്ണം കമ്പ്യൂട്ടർ മാത്രം, ബാക്കിയെല്ലാം മെഷീനറിയാണ്. സോ 2 ലാഖിൻ്റെത് മാത്രം കമ്പ്യൂട്ടറാണ്, ഇത് കമ്പ്യൂട്ടറാണ്. സോ ദെയർഫോർ എത്രയാണ് 40% ആണ്. ബാക്കി എല്ലാത്തിനും എത്രയാണ് 15% ആണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. സോ ഓപ്പണിംഗ് WD വരുന്ന 42-ന് എത്രയാണ് 15%. ദെൻ അഡീഷൻ വരുന്നത് ഒരു 10 lakh വരുന്നത് പുട്ട് യൂസ് ലെസ് ദാൻ 180 days ആണ്. സോ 10 into 7.5%. ദെൻ വരുന്നത് 9 lakh കൊളംബോയിൽ യൂസ് ചെയ്ത് എന്താണെങ്കിലും നമ്മൾ പുട്ട് യൂസ് ലെസ് ദാൻ മോർ ദാൻ 180 days ആണ്. സോ 9 into 15%. 9 into 15%. ഇതെന്താണ് സെക്കൻഡ് ഹാൻഡ് മെഷീനറി ആണ്. സോ സെക്കൻഡ് ഹാൻഡ് മെഷീനറി ആണ്. ദെൻ എന്താണ് ന്യൂ പ്ലാൻ ഇതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റാളിംഗ് 15.7. സോ 2 ലാഖിൻ്റെ 40%. 2 lakh into 40%. സോ നോർമൽ ഡിപ്രീസിയേഷൻ എത്ര വരും 42 lakh into 15%. 42 into 15%, 6.3 lakhs. Then 10 into 7.5%, 0.75%. Then 9 into 15%, 9 into 15%, 1.35 lakhs. 1.35 lakhs. Then 2 into 40%, 2 into 40%, 0.80 lakhs. So total എടുക്കുമ്പോഴത്തേക്കും 6.3 plus 0.75 plus 1.35 plus 0.8 കിട്ടും 9.2 lakhs. 9.2 lakhs ആണ് ഇത് നോർമൽ ഡിപ്രീസിയേഷൻ. Okay. സോ ഇനി അഡീഷണൽ ഡിപ്രീസിയേഷൻ ഇതിനൊക്കെ കിട്ടും. ഓപ്പണിംഗ് WDV കിട്ടില്ല, ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസിൽ കിട്ടും, ഇതിന് കിട്ടും. ഇത് സെക്കൻഡ് ഹാൻഡ് മെഷീനറിക്ക് കിട്ടില്ല. ന്യൂ കമ്പ്യൂട്ടർ ഇൻസ്റ്റാളിംഗ് ജനറേഷൻ റിന്യൂഡ്, ദാറ്റ് മീൻസ് ഓഫീസിലല്ല ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അതിനും എന്ത് കിട്ടും അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടും. സോ 10 ലാഖിനും 2 ലാഖിനും 20% വെച്ചിട്ട് 10 lakh into put to use എന്ന പോലെയാണ് 10 ലാഖിന്. സോ 12 ദാറ്റ് മീൻസ് എത്രയാണ് 10% ആണ് നമുക്ക് കിട്ടുന്നത്. 10% ദാറ്റ് മീൻസ് 1 lakh. ദെൻ 2 ലാഖിൻ്റെ എൻ്റെ 20% കിട്ടും. എത്ര വരും 0.40. സോ 1.4 lakhs ആണ് ഇത് വരുന്നത് അഡീഷണൽ ഡിപ്രീസിയേഷൻ. ഇവിടെ ഒന്ന് വർക്കിനോട്ട് താഴെ എഴുതിയിരിക്കണം. സോ സി ബാക്കി 0.40. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് പ്രീവിയസ് ഇയർ, ദാറ്റ് മീൻസ് അതായത് പ്രീവിയസ് ഇയർ 2021 ട്രാൻസ്ഫർ ചെയ്യും എന്ന് മസ്റ്റായിട്ട് ഒരു വർക്ക് നോട്ട് എഴുതിയിരിക്കണം. സോ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ 10.6 lakhs. 10.6 lakhs ആണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Examining with reason allowability of the following expenses incurred by Mr. Wholesale dealer of commodities under the income tax act while computing profit and gains of business or profession for the assessment year 2021. Okay. So construction of school building in compliance with CSR. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്കൂൾ ബിൽഡിംഗ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട 30 വരുന്ന ബിൽഡിങ്ങിനെ കുറിച്ചല്ല പറയുന്നത്. CSR ആക്ടിവിറ്റി, ദാറ്റ് മീൻസ് സെക്ഷൻ 37 സബ്സെക്ഷൻ 1 പ്രകാരം എന്താണ് CSR ആക്ടിവിറ്റി. സെക്ഷൻ 37 സബ്സെക്ഷൻ 1 എന്താണ് എൻ്റയർ ഫോർ ദ ബിസിനസ് ഓഫ് എടുക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് എന്താണ് കൺസ്ട്രക്ഷൻ CSR ആക്ടിവിറ്റി എക്സ്പെൻഡിച്ചർ ഒരു കാരണവശാലും എന്തായിട്ട് എടുക്കാൻ പറ്റില്ല. ഷാൾ നോട്ട് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ഷാൾ നോട്ട് ബി അലൗഡ്. ഫസ്റ്റ് വൺ കഴിഞ്ഞു. CSR ആക്ടിവിറ്റി. Purchase building for the purpose of specified business, setting up of operating a warehousing facility, storage of food grains amounting to rupees 4,50,000. So 35 AD, section 35 AD വെച്ചിട്ട് എന്താണ് ബിൽഡിങ്ങിന് 100% allowed as deduction. So entire 4,50,000 allowed, okay, as deduction under section 35 AD. The capital expenditure ആണ്, but 35 AD വെച്ചിട്ട് allowed ആണ്. Then interest on loan paid to Mr. X, a resident, 50,000 on which tax has not been deducted. The sales for the previous year assessment year
previous year 18-19, 202 lakhs. Mr. X has not not paid tax, if any, on such interest. Commodity transaction tax. Fourth one, commodity transaction. Third one, so we have രണ്ട് സെക്ഷൻ തേർഡില് രണ്ട് സെക്ഷൻ ആണ് വരുന്നത്. കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അത് ഫോർത്ത് വൺ ആയിട്ട് എടുക്കാം. സോ തേർഡ് വൺ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത് നമ്മൾ ശരിക്കും ടി ഡി എസിനോട് വരുന്ന സെക്ഷൻ 194A വരുന്ന സെനാരിയോ ആണ്. സോ ഇവിടെ ആക്ച്വലി റെസിഡന്റിന് ഒരു ടി ഡി എസ് അട്രാക്ട് ചെയ്യുന്ന പേയ്മെന്റ് റെസിഡന്റിന് കൊടുക്കുകയാണെങ്കിൽ റെസിഡന്റിനാണ് കൊടുക്കുന്നതെങ്കിൽ സെക്ഷൻ 40A IA വെച്ചിട്ട് എന്താണ് ടി ഡി എസ് പിടിക്കണം, അല്ലെങ്കിൽ ടി ഡി എസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് 30% ഡിസ്അലവൻസ് വരും. സോ ദാറ്റ് മീൻസ് ഇതിനകത്ത് എന്താണ് 50,000 ഉണ്ടായിരുന്നു, 50,000ന്റെ 15% 30%, that means 15,000 എന്താണ് ഡിസലവ് ചെയ്യും. that means remaining 35,000 will be allowed as deduction. 35,000 allowed. So then fourth one, commodity transaction tax paid 20,000 on sale of bullion. So ഇയാൾക്ക് bullion trading as a normal course of activity ആയിട്ടാണ് ഇയാളുടെ ബിസിനസ് sale of bullion നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആണ് ആയിട്ടാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ, അയാളുടെ ഒരു ബിസിനസ് ആണ് ഇത് എന്നെങ്കിൽ എന്ത് ചെയ്യാം, അണ്ടർ സെക്ഷൻ 36 സബ്സെക്ഷൻ 1 ക്ലോസ് 16 പ്രകാരം എന്താണ് അലൗഡ് ആണ്. സോ ഇയാളുടെ ഒരു ബിസിനസ് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടാക്സ് എന്താണ്, ഒരു ടാക്സും നമുക്ക് എന്തിനകത്ത് കാണിക്കാൻ പറ്റില്ല. സോ അയാളുടെ ഒരു അയാളുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആണ് ട്രേഡിംഗ് ബുള്ളിയൻ, സെയിൽ ഓഫ് ബുള്ളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അഗേൻസ്റ്റ് ആയിട്ട് അയാൾ പേ ചെയ്യുന്ന കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 36 സബ്സെക്ഷൻ 1 ക്ലോസ് 16. Then next one, examine with reason allowability of following expenses under Income Tax Act 1961. Provision made on the basis of actuarial valuation of for payment of gratuity 5 lakhs. However, no payment on account of gratuity is made before due date of filing a return. Okay. So first scenario, so ഇവിടെ എന്താണ് ആക്ച്വറി വാല്യൂഷൻ പ്രൊവിഷൻ മേക്ക് ചെയ്യുന്നുള്ളൂ, അത് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് പറഞ്ഞിട്ടില്ല, ആക്ച്വലി പേ ചെയ്തിട്ടില്ല. സോ സെക്ഷൻ ഫസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും സെക്ഷൻ 40A7 പ്രകാരം എന്താണ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ, നോട്ട് അലൗഡ്. സോ പ്രൊവിഷൻ വേണ്ട ആക്ച്വലി വാല്യൂഷൻ ആണ്. സോ എന്താണ് പ്രൊവിഷൻ അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്കോ അല്ലെങ്കിൽ പ്രൊവിഷൻ പേ ചെയ്തിട്ട് ആക്ച്വലി പ്രീവിയസ് ഇയറിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിലോ മാത്രമേ നമുക്ക് ഇവിടെ അപ്രൂവ് ഇത് പറയുന്നുണ്ട്. ബട്ട് ആ ഒരു കോൺട്രിബ്യൂഷൻ അപ്രൂവ്ഡ് ഫണ്ട് ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്കാണെന്ന് പറഞ്ഞിട്ടില്ല. therefore will be disallowed as per section 40A7. Then second one, purchase of oil seeds 50,000 in cash from a farmer on a banking day. Okay. So 40 ഇതിനകത്ത് സെക്ഷൻ 40A3 അട്രാക്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബിക്കോസ് 40A3 നമുക്ക് എന്തുണ്ട്, സോ റൂൾ 6 അല്ലെ 40A3 എന്താണ് പറഞ്ഞത്, 1 ഡേ ഒരാൾക്ക് കൊടുക്കുന്ന എക്സ്പെൻഡിച്ചർ 10,000 എബോവ് ആണ്, ക്യാഷ് ആണെങ്കിൽ ഡിസലൗഡ്സ് ആണെന്നാണ് പറയുന്നത്. ബട്ട് റൂൾ 6DDയിൽ വരുന്നതാണെന്ത്, ഓയിൽ സീഡ് ഫാർമറിന്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എല്ലാം റൂൾ 6DD. ദാറ്റ് മീൻസ് ഇതെന്താണ് റൂൾ 6DDയിൽ എക്സെപ്ഷൻ ലിസ്റ്റിൽ വരുന്നതാണ് ഇവിടെ, അതുകൊണ്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. Then third one, tax on non-monetary perquisite provided to employee 20,000. Okay, so already നമ്മൾ പറഞ്ഞാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 10cc പ്രകാരം എംപ്ലോയിക്ക് എന്താണ് എക്സംപ്റ്റഡ് ആണ്. therefore എംപ്ലോയിക്ക് എക്സംപ്റ്റഡ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരിക്കലും എംപ്ലോയി ടാക്സ് വരുന്നെങ്കിൽ അലൗഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ടാക്സ് എന്താണ് നോട്ട് അലൗഡ്. So section 45. Okay. Income on tax paid on non-monetary benefit against capital tax. Employee can have 10 subsection 10cc. That means employee അതിനെ എന്ത് ചെയ്തില്ല, ടാക്സ് പേ ചെയ്തില്ല. സോ ഇവർക്ക് കൂടെ ഡിഡക്ഷൻ കിട്ടിയാൽ ഡബിൾ ബെനിഫിറ്റ്. ഇൻകം ടാക്സ് അതോറിറ്റി പ്രൊവൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ ലീക്കേജ് ആണ്. therefore എംപ്ലോയറെ പിടിച്ച് എംപ്ലോയർക്ക് ഡിസലൗഡ്, ദാറ്റ് മീൻസ് എംപ്ലോയർക്ക് ടാക്സബിൾ ആണ്. Payment of 50,000 using credit card for fire insurance. So credit card ഇതിനകത്ത് വരുന്നതാണ് റൂൾ 6DD വരുന്നതാണ്. റൂൾ 6DD
allowed ആണ്. Allowed as deduction. Then salary payment of 4 lakh to Mr. X outside India by a company without deduction of tax, assume Mr. X not paid tax on such income. Okay. So that means എന്താണ് section 192 പ്രകാരം സാലറി കൊടുക്കുകയാണെങ്കിൽ TDS അട്രാക്ട് ചെയ്യുന്നതാണ്. സോ TDS നമ്മൾ ഈ സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ TDS പിടിക്കേണ്ട ഒരു പേയ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് 40A3 വെച്ചിട്ട് 40A3 എന്താണ് ഡിസലൗഡ്, നോട്ട് അലൗഡ്. So not allowed. 40A clause 3 വെച്ചിട്ട് not allowed. Then 61 payment made in cash to 30,000. Then rupees 30,000 to goods carriage. Transporter a day for goods carriage. So goods carriage in a so now 40 section 40A3. So normally excess of 10,000 ആണ് പറയുന്നതെങ്കിലും goods carriage ന് എത്രയാണ് 35,000 വരെ ക്യാഷ് ആകാം. എക്സീഡ് ചെയ്താൽ മാത്രമേ. സോ ഇവിടെ എത്രയേ കൊടുത്തിട്ടുള്ളൂ 30,000 കൊടുത്തിട്ടുള്ളൂ. സോ therefore എന്താണ് എലിജിബിൾ allowable as deduction. Okay, allowed as deduction. Okay, so ഫിഗർ ശ്രദ്ധിക്കുക. അവിടെ 40A3 അട്രാക്ട് ചെയ്യും. ബട്ട് എന്താണ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗുഡ്സ് കാരിയേജ് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 35,000 ക്യാഷ് കൊടുക്കാം. സോ ഒരു പാൻ കൊടുക്കണം, അങ്ങനെയുള്ള വേറെ കുറച്ച് സിനാരിയോസ് ഉണ്ട്. ബട്ട് ഇവിടെ എന്താണ് allowed as deduction. ആ ക്രൈറ്റീരിയ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഫിഗർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ allowed as deduction. 30 lakh 30,000 allowed as deduction. 35 എക്സീഡ് ചെയ്താൽ അവിടെയും എന്ത് ചെയ്തേനെ ഡിസലവൻസ് അട്രാക്ട് ചെയ്തേനെ. The next one, Mr. S engaged in the business of flying of goods carriage. On 1st April 2009 he owns 10 trucks, out of which 10 trucks ഉണ്ടായിരുന്നു. 44A യുടെ കാര്യമാണ്. out of 6 are heavy. So that means remaining not heavy vehicle. Heavy എത്രയാണ് പറഞ്ഞിരിക്കുന്നത് 15,000 kilogram ആണ് പറഞ്ഞിരിക്കുന്നത്. On 2nd May 2019 he sold one of the heavy vehicle. So on 2nd May so സെയിൽ ചെയ്തു. ദാറ്റ് മീൻസ് ഇനി എത്രയുള്ളൂ 5 ഹെവി ഗുഡ്സ് ആണുള്ളത് മെയ് മുതൽ. ആൻഡ് 6th മെയ്ക്ക് എന്ത് സംഭവിച്ചു 6th May 2019 എന്ത് സംഭവിച്ചു ന്യൂ വെഹിക്കിൾ ആൻഡ് ലൈറ്റ് ഗുഡ്സ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ എത്രയായിട്ട് മാറി 5 ആയിട്ട് മാറി. ദ ന്യൂ വെഹിക്കിൾ കുഡ് ഹൗഎവർ പുട്ട് ടു യൂസ് ഓൺ 15th June. അതിന്റെ ഇമ്പോർട്ടൻസ് ഇല്ല, മെയ്യിലാണ് പർച്ചേസ് ചെയ്തത്. ഓക്കെ, കമ്പ്യൂട്ട് ടോട്ടലിംഗ് ഓഫ് മിസ്റ്റർ എക്സ് അസസ്മെന്റ് 2021 ടേക്കിംഗ് ദ ഫോളോയിങ് ഡേറ്റ. Freight 12,70,000. Operational expense, depreciation, other expenses. So net profit, other business income, non-business income. So net profit. So books of accounts which to will compute his total income is successfully. Okay. So that means books of accounts income business income. Under PGBP 4,45,000. ഇവിടെ പിന്നെ നമ്മൾ സെക്ഷൻ 44A. സോ പ്രിസംപ്റ്റീവ് ബേസിസിൽ സെക്ഷൻ 44AE ബേസിസിലാണ്. 44AE ബേസിസിലാണ് വരുന്നതെങ്കിൽ 44AE സെക്ഷൻ 44AE റൂട്ടിൽ നമ്മൾ പ്രിസംപ്റ്റീവ് ഇൻകം കണ്ടുപിടിക്കുകയാണെങ്കിൽ പ്രിസംപ്റ്റീവ് നമുക്ക് സോ 10 വെഹിക്കിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് 6 എണ്ണം ഹെവി ആയിരുന്നു, പിന്നെ 4 എണ്ണം നോർമൽ ആയിരുന്നു. സോ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ്യിലേക്ക് ഒരെണ്ണം എന്ത് ചെയ്തു 2nd Mayയിൽ നമ്മൾ വിട്ടു. സോ ദാറ്റ് മീൻസ് 6 എണ്ണത്തിൽ 5 ഹെവി വെഹിക്കിൾ എത്രയാണ് 5 ഹെവി വെഹിക്കിൾ എൻറ്റയർ 12 months ഉണ്ട്. അതിൽ ഒരു ഹെവി വെഹിക്കിൾ എന്താണ് 2 മാസം. ഏപ്രിലും മെയ്യിലും എന്താണ് മെയ്യിൽ തുടങ്ങിയാൽ പോലും നമുക്ക് 2 മാസം കിട്ടും. ഓക്കെ, ദെൻ ഹെവിയുടെ കേസിൽ ഇതാണ്. നോൺ ഹെവി ആണെങ്കിൽ 4 എണ്ണം എത്രയാണ് എൻറ്റയർ 12 months ഉണ്ട്. ദെൻ അതിൽ മെയ് 6ാം തീയതി ഒരെണ്ണം വാങ്ങിക്കുന്നുണ്ട്. സോ ഒരു വെഹിക്കിൾ എന്താണ് എൻറ്റയർ 11 months.
ഓക്കെ. സോ ദാറ്റ് മീൻസ് ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം, ഏതെങ്കിലും പീരീഡ് നമുക്ക് നമ്മൾ മെയ്യിൽ എടുക്കുമ്പോഴത്തേക്കും മെയ് ഇതിനകത്ത് എന്തിനകത്ത് കയറി വരുന്നുണ്ട്, ഹെവി ഗുഡ്സിനകത്ത് കയറി വരുന്നുണ്ട്, ലൈറ്റ് അതർ ദാൻ ഹെവിയിലും കയറി വരുന്നുണ്ട്. ഓക്കെ. സോ ഇത് എത്രയാണ്, 14 months എത്ര വെഹിക്കിളാണുള്ളത്, 12 months, 12 into 5 into 15,000, then 2 into 1 into 15,000 ആണ് ഇതിനാണ് ഹെവിയുടെ കേസിൽ വരുന്നത്. ദെൻ അതർ ദാൻ ഹെവി ആണെങ്കിൽ 12 months 4 vehicle 7,500, 11 months 1 vehicle 7,500. So ഇത്ര കിട്ടും ആൻസർ. 12 into 5 into 15,000, 9 lakh. So 9 lakh ഒരെണ്ണം, then 15,000 into 9,30,000. then ഇവിടെ നോക്കണമെങ്കിൽ 12 into 4 into 7,500, 3,60,000. then 7,500 into 11, 82,500. 82,500. ടോട്ടൽ എടുക്കുമ്പോഴത്തേക്കും 3,60,000, 4,42,500. So total വരും 4,42,500 plus 9,30,000 വരും 13,72,500 will be the. Okay. So നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പോയിരുന്നെങ്കിൽ എത്ര വരത്തുള്ളൂ, 4,45,000 വരത്തുള്ളൂ. സോ പ്രിസംപ്റ്റീവ് ബേസിസിൽ പോവുകയാണെങ്കിൽ നമുക്ക് എത്ര വരേണ്ടതാണ്, 13,72 ഉണ്ട്. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കും നോർമലി പോകുന്നത്. എന്തുവരും, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കിട്ടിയ സെക്ഷൻ 44AB വെച്ചിട്ട് ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടി വരും ആസ് എൻ ആനുവൽ. നെക്സ്റ്റ് വൺ, SEBI engaged in the composition business of growing, curing, further processing coffee. Karnataka, the whole of the coffee grown in his plantation is cured. Coffee grown, business coffee grown, cured, roasted and ground പറഞ്ഞിട്ടില്ല. For coffee grown and cured പറഞ്ഞിരിക്കുന്നു. So 19 previous year 19 WDB കാറിൻ്റെത്, so 1/4/2019 3 lakhs. WDB machinery 15 lakhs. Expenses incurred growing coffee 3,10,000. Expenses for curing coffee 3 lakhs. Sale of cured coffee 22 lakhs. Besides the used agricultural operation, the car is also used for personal use. Disallowance of personal use is taken at 20%. The expenses incurred for running and maintaining car is 50,000. Okay. So the machine were used in coffee curing businesses operation. So കാറിന്റെ കേസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് ഓപ്പറേഷൻസ് തന്നിരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. സോ നമുക്ക് കോഫി ഗ്രോൺ, ക്യൂർഡ്, റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് വരും. അല്ലാന്നുണ്ടെങ്കിൽ 75% ആണ് ബിസിനസ്, അഗ്രി ഇൻകം 75%, ബിസിനസ് ഇൻകം 25% ആണ് വരുന്നത്. സോ ഇവിടെ സെക്ഷൻ 38 സബ്സെക്ഷൻ 2 ഇവിടെ വരുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. പേഴ്സണൽ പർപ്പസിന് 20% എന്ന് എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എങ്കിൽ ഇൻ ദ കോമ്പോസിറ്റ് ബിസിനസ്, സോ WDV as on 1/4/2019 3 lakhs. WDV നമുക്ക് ഇന്നത്തെ വരികയാണെങ്കിൽ അത് നമുക്ക് ബിസിനസ് തന്നിരിക്കുന്ന വെച്ചിട്ട് ഇൻകം ഫ്രം സെയിൽ ഓഫ് coffee, so and so നോക്കാം. particulars amount rupees. Okay, നമുക്ക് നോക്കാം. സോ സെയിൽ പ്രൈസ് എത്രയാണ്, സെയിൽ വാല്യൂ കൊടുത്തിരിക്കുന്നത് 22 lakhs. സെയിൽ വാല്യൂ 22 lakhs. then expenditure less എക്സ്പെൻസ്, അതിന് വന്നിരിക്കുന്ന എക്സ്പെൻസ് എത്രയാണ്, ഒരു കോഫി എക്സ്പെൻഡിച്ചർ ഫോർ ക്യൂറിംഗ് ഒരു 3 lakh
10,000 വന്നിട്ടുണ്ട്. ഒരു 3 lakh എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. Then expenditure profit, then additional 10 വന്നിരിക്കുന്നത് ഒരു 50,000 മെയിൻ്റെനൻസ്, കാർ റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ്. അതിൻ്റെ 80% ബിസിനസ്സിലാണ് വരുന്നത്. സോ ഒരു 50,000 ഇൻറ്റു 80% വരും 40,000 വരും. ദെൻ നമ്മൾ ഇതെടുത്തു സെയിൽ വാല്യൂ എടുത്തു, ഒരു 40%. സോ 38 പ്രകാരം ഡിപ്രീസിയേഷൻ എലിജിബിൾ ആയിട്ടുള്ളത് നമ്മളതിൻ്റെ 80% കണ്ടുപിടിക്കണം. ഡിപ്രീസിയേഷൻ എലിജിബിൾ ആയിട്ട് സോ 1/4/2019 WDV 3 lakhs ആയിരുന്നു. സോ ഇത് നമുക്ക് കുറയ്ക്കാവുന്ന എന്തുകൂടെയാണ്. സോ ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ആണ്. സോ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ഡയറക്റ്റ് നമുക്ക് 15% കുറയ്ക്കാവുന്നതാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എത്രയായിരുന്നു? 15 lakhsന്റെ 15%. സോ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 15 lakhs into 15% വരും 2,25,000. 2,25,000. ദെൻ കാറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 38 സബ്സെക്ഷൻ 2 പ്രകാരം 32-ലും എന്താണ് ഈ പേഴ്സണൽ പർപ്പസ് ഉണ്ടെങ്കിൽ അത് കുറിച്ചിട്ടാണ് എടുക്കുന്നത്. സോ കാറിന്റെ 3 lakh ആണ്. സോ കാറിന്റെ കേസ് എത്രയാണ്? 1 lakh. 3 lakhന്റെ 15%ന്റെ 80%. 3 lakh into 15% അതിന്റെ 80%. 3 lakh into 15% അതും 36,000. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഒരു എക്സ്പെൻഡിച്ചർ 20% പേഴ്സണലാണ് എടുത്ത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ സെക്ഷൻ 38 സബ്സെക്ഷൻ 2 പ്രകാരം ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഡിപ്രീസിയേഷൻ്റെയും നമ്മൾ അതേ കണക്ക് ആ ഒരു പെർസെൻറ്റേജ് എടുത്തു. ഇതിൻ്റെ ടോട്ടൽ എത്ര വരും? സോ ടോട്ടൽ 9,11,000. സോ 22 lakhൽ നിന്ന് കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? 12,89,000. 12,89,000 ആണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. സോ ഇതിൽ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യും? റൂൾ 7B അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ബിസിനസ് എത്ര വരും? ബിസിനസ് റൂൾ 7B അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സോ 25% ബിസിനസ് ആണ് വരുന്നത്. 75% എത്ര വരും? അഗ്രി ഇൻകം വരും. സോ 12,89,000 into 25%, 3,22,250 ആയിരിക്കും ഇത് ബിസിനസ് ഇൻകം വരുന്നത്. 3,22,250 will be the business income. Remaining ആയിട്ട് വരുന്ന 9,66,750 will be treated as agricultural income, will not be taxed under section 10 subsection 10. 10 subsection 1 section 10 subsection 1 പ്രകാരം fully exempted ആണ്. ഇതായിരിക്കും എടുക്കുന്നത് 3,22,500 will be the LGPP income. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ 38 സബ്സെക്ഷൻ 2 ആണ്. അതിനകത്ത് ഒരു പേഴ്സൻ്റെ ഡിപ്രീസിയേഷൻ ആ കാറിന്റെ പുറത്തുള്ള ഡിപ്രീസിയേഷന്റെ ഒരു 80% ബാക്കി എന്താണ് നമുക്ക് 32-ൽ ഡിഡക്ഷൻ കിട്ടില്ല. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. 32 സബ്സെക്ഷൻ 2 38 സബ്സെക്ഷൻ 2 എടുത്തിരിക്കുന്നു. ദെൻ റൂൾ 7B കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത്രയാണ് നമ്മുടെ ബിസിനസ്സിന്റെ പ്രോബ്ലംസ് വരുന്നത്. നമ്മൾ ഇനി ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം ബിസിനസ്സിന്റെ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള എല്ലാം ഏരിയാസ് കവർ ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യും. ഓക്കെ, താങ്ക് യു.